ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. പിന്നെ ഞങ്ങളുടെ അമ്പലത്തിൽ നാഗങ്ങളുടെ പ്രതിഷ്ഠ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോയമ്പാണ്, 3 ദിവസം നോയമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ കുളിച്ചിട്ട് മറ്റുള്ള പണികളൊക്കെ ചെയ്തു. ആകെ ഹറിബറിയായി. ഞാൻ കുളിച്ചെൻ്റെ നീരായിട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വല്ലാണ്ട് ലേറ്റായി. അപ്പോൾ വേഗം ചടപടയിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ദാദിക്ക് ചോറൊക്കെ വാരി കൊടുത്തത് വിട്ടിട്ടുണ്ട്. ആമിക്കിന്ന് എക്സാം ഇല്ല, അപ്പോൾ ആമി ഇവിടെ ഉണ്ടാവും. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ഷോപ്പിലേക്ക് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നലെ പോയിട്ടില്ല. എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഞാൻ ഇത്തിരി സ്ലോ ആവാം, അതിന് ശരിയാക്കണം. എനിക്ക് വലിയ എക്സ്പീരിയൻസ് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്തില്ല. പിന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ കുറേ ടൈം എടുത്തു ഇന്നലെ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെയെങ്കിലും കാണാം. ഉച്ചയാകുമ്പോൾ ഷോപ്പിൽ പോകണം. ആമീനപ്പോൾ വീട്ടിലാക്കിയിട്ട് വേണം പോകാൻ. അങ്ങനെ കാലത്ത് തന്നെ ചേട്ടനൊരു VNAയുടെ എല്ലാ ബുധനാഴ്ച ഉള്ളതാണ്, അതിന് പോയിട്ടുണ്ട്. ചടിത്തുള്ളി പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പോൾ ചെടിക്ക് നനയ്ക്കാണ്ടെന്ന് കുറേ പണികളുണ്ട്. ഇന്നലെ ഞങ്ങൾ വൈകുന്നേരം വെറുതെ കറങ്ങാൻ പോയി. കാറ് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർവീസ് കഴിഞ്ഞ് കിട്ടിയൊന്ന് ഓടിച്ച് നോക്കണമല്ലോ. പിന്നെ കുറേ ദിവസമായി അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് എന്നുവെച്ചാൽ അങ്ങനെ ഒന്ന് വെറുതെ കറങ്ങാനൊക്കെ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ കറങ്ങാൻ പോയി. അപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പുണ്ട് തൃശ്ശൂർ കിഴക്കേക്കോട്ടയിൽ. അവിടെ ഐസ്ക്രീമിൻ്റെ പുതിയ ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. എർട്ടിക്ക പറഞ്ഞിട്ട്, അല്ല ആർട്ടിക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ലേറ്റായിട്ട് വന്നേ. അപ്പോൾ പിന്നെ ഇന്നലെ അടിച്ച് വരെ തുടച്ചൊന്നുമില്ല. അപ്പോൾ ഇന്ന് പണികളുണ്ട് കുറച്ചും കൂടി. അപ്പം അങ്ങനെയൊക്കെ ഇത് വീഡിയോയിലേക്ക് പോടാം. അപ്പോൾ തറവാട് ക്ഷേത്രത്തിൽ നാഗങ്ങളുടെ പ്രതിഷ്ഠാ ദിനമാണ് വരുന്നത്. ഈ വരുന്ന ശനിയാഴ്ച. അപ്പോൾ ഞങ്ങൾ നോയമ്പിലാണ്. അപ്പോൾ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെച്ചിട്ടാണ് പണികളൊക്കെ തുടങ്ങിയത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കാലത്ത് പണികൾ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ കുളിക്കാറ്. ചൂടൊക്കെ അല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും നേരെ തിരിച്ചടന്നു. അപ്പോൾ എന്താ വെക്കാന്ന് ആലോചിച്ച് പച്ചക്കറി ആകുമ്പോൾ ഒരു ആലോചനയാണ്. അപ്പോൾ പിന്നെ പരിപ്പും തക്കാളി പരിപ്പ് കഴുകിയിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടോ. അപ്പോഴത്തേനും വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ച ചോറ് ഊറ്റാണ്. ഞാനിവിടെ ഉപ്പിട്ടിട്ടാണ് കേട്ടോ ഊറ്റുക. ഞാൻ ഉപ്പിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ലോഡ് ഉപ്പിട്ടിട്ട് പിന്നെ അത് തിന്നാം. അതിനായിട്ടും ഭേദം നമ്മൾ കുറച്ച് ഉപ്പ് ചോറിലിട്ടിട്ട് ഊറ്റല്ലേ നല്ലത്. പിന്നെ എനിക്ക് ഉപ്പിടാണ്ട് കഴിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ചെറുപ്പം തൊട്ട് അങ്ങനെയാണ് അമ്മ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യും. ചോറൊക്കെ ഇങ്ങനെയാണ് ഊറ്റുക. അത്ര സേഫ് ഒന്നല്ല, പക്ഷെ ഇങ്ങനെയാണ് ഞാൻ ഊറ്റാറ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വേഗം ചടപടാന്ന് ചെയ്യുകയാണ് ഓരോന്ന്. കാരണം എന്താ വെച്ചാൽ അന്ന് നല്ലോണം നേരം വൈകി. കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമയമായി ഉണ്ടായിരുന്നു. ശരിക്കും അവർ നന്നായി ലേറ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ആമീനെ കൊണ്ട് അങ്ങനത്തെ ദിവസങ്ങളിൽ ആ ബേസിലത്തെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെപ്പിക്കുക. പക്ഷെ ഇന്ന് അവളവിടെ ക്ലാസ് കേട്ടോണ്ടിരിക്കുക, എക്സാം ആയതുകൊണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാൻ പരിപ്പ് വെന്ത് കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തക്കാളിയൊക്കെ നന്നാക്കി. ഈ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ തലഭാഗമൊന്നും കാണില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ, പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ വേഗം ഉള്ളിയൊക്കെ നന്നാക്കി. വീട്ടിലത്തെ 2 ക്ലോക്കിലത്തെ സമയം തെറ്റാ. കിച്ചണിലത്തെ സമയം തെറ്റി കഴിഞ്ഞാൽ എല്ലാ താളം തെറ്റെന്ന് പറയണോടെ. ഞാൻ അതിലത്തെ സമയം മെയിനായിട്ട്, നമ്മൾ കൂടുതൽ സമയം പകൽ അവിടെയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യം വിട്ട് വേഗം ഞാൻ 2 ബാറ്ററി മേടിപ്പിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അത് വേഗം ഇട്ടു. കാരണം അത് നോക്കിയിട്ടാണ് എൻ്റെ ടൈം, അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. 8 മണിയാകുമ്പോൾ അതിക്ക് ഫുഡ് കൊടുക്കണം, അതാണ് എൻ്റെ ഒരു സമയം. പിന്നെ ആകെ ലേറ്റായി, ഇന്ന് മൊത്തത്തിൽ ലേറ്റാണ്. പിന്നെ വീഡിയോ കൊടുക്കണതിൻ്റെയും കൂടെ ഒരു ലാഗിങ് അവിടെ വന്നായിരുന്നു. എന്നാലിരിക്കട്ടെ, കാരണം 8 മണിയാവാറായിട്ടാവും. പിന്നെ പുതിയ ചേഞ്ചസ് ആക്സെപ്റ്റ് ചെയ്ത് വരാൻ നമുക്കൊരു സമയം എടുക്കുമല്ലോ. കാരണം ഞാൻ ഇങ്ങനെ വീഡിയോസ് എടുത്തുകൊണ്ട് പണിയെടുക്കാമെന്ന് പറയുമ്പോൾ അത് ഞാനായിട്ട് സെറ്റായി വരുന്നുള്ളൂ. നമുക്ക് സെറ്റാക്കാം, എനിക്ക് ഇഷ്ടമാവുന്നുണ്ട് ഇതൊക്കെ ചെയ്യല്. അപ്പോൾ നാളേരൊക്കെ ചെറുക്കാട്ടോ. സമയം കുറച്ചുള്ളൂ. നിങ്ങളെ ക്ലോക്കിൽ നിന്നൊക്കെ ഉണ്ടെങ്കിൽ അറിയാം 8 മണിയാവും 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം നാളേരൊക്കെ ചെറുക്ക് പരിപ്പ് കറി കാച്ചാൻ പോകുക. കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും അവന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കഴിച്ച് കഴിയില്ല. അപ്പോൾ അവന് വാരി കൊടുത്തു കഴിഞ്ഞാൽ വേഗം ഫുഡ് ഇറങ്ങും. അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും വാരി കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വേഗം പരിപ്പ് കറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. പിന്നെ പപ്പടം കൂടി വറക്കണമായിരുന്നു. അത് മാത്രമായി കഴിഞ്ഞാൽ ഒരു തൊട്ട് കൂട്ടാനൊരു സംഭവം വേണ്ട, എന്തെങ്കിലും ഒന്ന് കരുതിയിട്ടേ. ഒരാൾ കുളിച്ച് പോകുന്നുള്ളൂ കേട്ടോ. തണുത്ത് പോകുന്നുണ്ട്. ഇനി കുളി കഴിഞ്ഞൊരു വിറയുണ്ട് പതിവ്. ചൂടുകാലമായാലും ഉണ്ട്. അതിന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ പച്ചവെള്ളത്തിൽ കുളിച്ച് ശീലിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ വെള്ളം ഒന്നും അങ്ങനെ ചൂടാക്കാറില്ല കേട്ടോ. മെയിൻ കിച്ചണിൽ വരുന്ന സ്റ്റൗവിൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ എനിക്ക് സൗകര്യവും എനിക്കിഷ്ടവും. കാരണം അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ. പക്ഷെ ആ സ്റ്റൗവ് കത്തണതൊക്കെ പുറത്തേക്കുക. ഒരുപാട് ടൈം അവിടെ എടുക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പുറത്ത് ഈ ഒരു സ്റ്റൗ മേടിച്ച് യൂസ് ചെയ്യുന്നത്. ഇത് ഇവിടെ വന്ന് കുക്ക് ചെയ്യുമ്പോൾ ഇത്തിരി ടൈം പോവും. പക്ഷെ അത് ഇവിടെ ഈ കുക്കിംഗ് വേഗം ഫാസ്റ്റ് ആക്കുന്നതുകൊണ്ട് പിന്നെ വേറെ വഴിയില്ല, ഇതിന് തന്നെ ശരണം പ്രാപിക്കാനേ പറ്റുള്ളൂ. അപ്പോൾ വേഗം പരിപ്പ് കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. എന്നിട്ട് പപ്പടം വറക്കാൻ വേണ്ടിയിട്ടുള്ള പണികളിലേക്ക് പിന്നെ കടന്നു. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ മാത്രമായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കണേ, കണ്ടിട്ടില്ലെങ്കിൽ.
ആദ്യം ബാക്ക്ഗ്രൗണ്ടിൽ നന്നായി പാട്ട് പാടിയിട്ടാണ് നടക്കണേ. അവനെങ്ങനെയാണെന്ന് വെച്ചാൽ പാരഡി സോങ്സ് പോലെ ഓരോ പാട്ടിൻ്റെ ഈണത്തിൽ ഇങ്ങനെ അവൻ വായ തോന്നിയത് പാടി നടക്കൂട്ടാ. അപ്പോഴേക്കും വേഗം ലേറ്റായി. അപ്പോൾ വേഗം ആദ്യം ഈ വെള്ളക്കുപ്പി എടുത്ത് വെക്കി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. വെള്ളമൊക്കെ ഞാൻ അവരെ കൊണ്ട് ഇന്നെ ഫില്ല് ചെയ്യിപ്പിക്കാൻ നോക്കും മാക്സിമം. ചില ദിവസങ്ങൾ ഞാൻ തന്നെ ചെയ്യും. അപ്പോൾ ചാറ് കറി ഞാൻ അവന് ചോറിൽ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. കാരണം ഇവനത് ശരിക്കും കറി ചോറ് പച്ചയ്ക്ക് തിന്നുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് ചോറിൽ കറി തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യാറ്. അത് എന്തെങ്കിലും പരിപ്പൊക്കെ പ്രോട്ടീനല്ലേ, കുറച്ചെങ്കിൽ ചെല്ലണ്ടേ വയറ്റിലേക്ക്. അപ്പോൾ വേഗം പപ്പടാക്കി. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കേണ്ടതായിട്ടായതുകൊണ്ട് വെള്ള പാത്രത്തിൽ ഞാൻ നിറച്ച് വയ്ക്കും. അപ്പോൾ ഇഞ്ചിമ്പുളി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇഞ്ചിമ്പുളിയും കുപ്പിയിലാക്കി. ഇത് ഇന്നത്തെ അവൻ്റെ ലഞ്ച് ഇതാ. അവന് വല്ലാണ്ട് കുറേ ഐറ്റംസിൻ്റെ ആവശ്യമില്ല. പരിപ്പിൻ്റെ ഒക്കെ കറികൾ ജസ്റ്റ് ചാറ് മാത്രമേ, മോരുകറിയൊന്നും ഇഷ്ടേ ഇല്ല അവന്. അവന് എന്തെങ്കിലും ഉപ്പേരി പോലത്തെ സംഭവം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ പപ്പടം, മീൻ വറുത്തത്, അതൊക്കെയാണ് അവൻ്റെ ഫേവറേറ്റ് ഐറ്റംസ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം സ്പൂൺ വെച്ചിട്ടാണ് ചോറുണ്ണ. അപ്പോൾ ചോറ് മാത്രം കർച്ചീഫൊക്കെ കെട്ടി അത് ഞാൻ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അവന് ചോറ് കൊടുക്കായിരുന്നു. നല്ലോണം ലേറ്റ് ആയത് ഞാൻ പറഞ്ഞല്ലോ. ഫുഡ് വാരി കൊടുക്കുമ്പോൾ ഏത് കറിയായാലും അവന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ആ സമയത്ത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവനെ കുഴച്ച് വല്ലാണ്ടാക്കി കൊടുക്കണത് ഇഷ്ടമില്ല. നമ്മളിങ്ങനെ ഉരുട്ടി കൊടുക്കണമെന്നൊന്നും വലിയ താല്പര്യമില്ല അവന്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കുക, ആദ്യം എക്സാം അല്ല, ബോക്സിലൊക്കെ വല്ല സാധനങ്ങളുണ്ടോ? ഒരു സാധനം അവന് സൂക്ഷിക്കില്ല കേട്ടോ. എന്നും ഇങ്ങനെ എത്രയെന്ന് വെച്ചിട്ട് നമ്മൾ പറയുക, ബോക്സ് നോക്കി കഴിഞ്ഞാൽ അതിലൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ പേനുണ്ടോ, പെൻസിലുണ്ടോ, സ്കെയിലുണ്ടോ എന്ന് ചോദിക്കായിരുന്നു അതിൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ എടുത്ത് വെച്ചിട്ട് പൊക്കോളൂ, എല്ലാം പറയണം കേട്ടോ, അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. പറഞ്ഞ് വായിലത്തെ വെള്ളം പറ്റാന്ന് പറയില്ലേ, അങ്ങനെ വായിലത്തെ വെള്ളം പറ്റി ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു കേട്ടോ. മാക്സിമം എപ്പോഴും ഞാനൊരു കുപ്പി വെള്ളം നിറച്ച് വെച്ച് അവർ കുടിക്കും. അത് ഞാൻ മെയിൻലി ജഗ്ഗിലാണ് വെക്കുക. സാധാരണ പ്ലാസ്റ്റിക് ജഗ്ഗിലൊക്കെ വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരാറുണ്ട്. ഞാനിത് ഈ അടുത്തല്ല, ഇതിപ്പോൾ ഞാൻ മേടിച്ചിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഇത് മേടിച്ചിട്ട് സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ ഇതിൽ അങ്ങനത്തെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരില്ല, ലീക്കാവുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഒരാൾ ബലൂൺ എന്നങ്ങാണ്ട് മേടിച്ച് ബലൂൺ തപ്പി പിടിച്ച് കൊണ്ടിട്ടുണ്ട്. വാട്ടർ ബലൂൺ ഉണ്ടാക്കി പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം സ്കൂളിൽ പോകുന്നവൾ മുന്നേ പൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യം എവിടെ നിന്നോ തപ്പി പിടിച്ച് കൊണ്ടുവന്നത് ബലൂൺ. അപ്പോൾ പിന്നെ ആമി അത് ഫില്ല് ചെയ്യുന്നുണ്ട്. ഉള്ളതെന്നുണ്ടെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ആവുമല്ലോ. അതുവരെ സ്ലോ ആയിരുന്നതാണ് എല്ലാവരും. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് വേഗം ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നു. ഇതേ വാട്ടർ ബലൂണൊക്കെ എറിഞ്ഞ് പൊട്ടിക്കൽ കഴിഞ്ഞു. ആമി നല്ല ശരിക്കും പറഞ്ഞൊരു വെക്കേഷൻ മൂഡ് ശരിക്കും സ്റ്റാർട്ട് ചെയ്ത പോലെയായിട്ട് എല്ലാവരും നടക്കുന്നത്. അപ്പോൾ ദേ അവനെ പുറത്താക്കുക. പോടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ആമി ആദ്യം ചൊറിയാൻ നിൽക്കുക. ആദിയുടെ മെയിനായിട്ടുള്ളൊരു ശീലം എന്നിട്ടാന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ടാറ്റ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കണ എല്ലാവർക്കും ടാറ്റ എന്ന് പറഞ്ഞിട്ട് ആദ്യം പോകുള്ളൂ. അപ്പോൾ അമ്മ എന്നെ ചേച്ചി പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ അവരൊന്നും പറഞ്ഞ് നിൽക്കണേ. അത് ബൈ ഒക്കെ പറഞ്ഞ് അവൻ പോയി. ബാഗിൽ എന്തൊരു വെയിറ്റാണ്. ആകെ എക്സാമിനുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുള്ളൂ. എന്തൊക്കെയോ കയറ്റി വെച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ അടുത്ത ആളിതേ കയറിപ്പോയി കുളിക്കടിയെന്ന് പറയും. ഇങ്ങനെ നടക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് കുറേ നേരമായിട്ടുണ്ട്. പിന്നെ ഞാൻ ചെടികളൊക്കെ നനച്ചു വേഗം. അഭിച്ചേൻ്റെ കാറ് പോയാലോട്ടോ ചെടികൾ നനയ്ക്കാൻ ഇത്തിരി സൗകര്യം ഉണ്ടാവുള്ളൂ. അതിൽ ചില മാറ്റി നട്ടത് 1-2 ശരിക്കും പിടിച്ചിട്ടില്ല. ബാക്കിയെല്ലാം സെറ്റായിരുന്നു. പുതിയത് മേടിച്ച എല്ലാ സാധനങ്ങളും സെറ്റായി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ പൈപ്പ് വെള്ളം വരും ഈ സമയത്ത് ഉണ്ടാവും. അപ്പോൾ അതില്ല വെള്ളം കൊണ്ടാണ് ഇപ്പോൾ ചെടിക്കൊക്കെ നനയ്ക്കുന്നത്. പീച്ച വെള്ളം ഇട്ടുകൊണ്ട് കിണറ്റിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നുമില്ല. അപ്പോൾ അതേ ഞാൻ ഹാങ്ങിങ് പ്ലാന്റ്സ് അവിടെ ഇട്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ മേടിച്ചത് അത്. വീടിൻ്റെ അകത്ത് കൊളുത്തിടാനുള്ള സ്ഥലമില്ല പറഞ്ഞിട്ട് അഭിച്ചേട്ടൻ ഞാൻ ലാസ്റ്റ് ഇവിടെ കൊളുത്തിട്ട് എവിടെയെങ്കിലും ഇടണ്ട. എനിക്കത് കാണുമ്പോൾ സന്തോഷമാണ്. പക്ഷെ അകത്ത് കൊളുത്തിടണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ ഞാൻ ഉള്ളതിൽ സന്തോഷം കണ്ടെത്താമെന്ന് പറയില്ല. അപ്പോൾ അതെനിക്ക് ഇവിടെയാണ് പിന്നെ എനിക്ക് കിട്ടിയ സ്ഥലം. അപ്പോൾ പിന്നെ അവിടെ വെച്ചു. പിന്നെ അവിടുത്തെ മതിലുമ്മലൊക്കെ കുറച്ച് ചെളിയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മഴയൊക്കെ പെയ്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ചെളിയൊക്കെ പൈപ്പ് കൊണ്ടൊക്കെ വെള്ളം കൊണ്ടൊക്കെ അടിച്ച് കളഞ്ഞു കേട്ടോ. അപ്പം ഇനി ഒരു ഓട്ടപ്പാച്ചിൽ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ആദിക്ക് വാരി കൊടുത്തപ്പോൾ തന്നെ ഞാൻ ഫുഡ് കഴിക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ കഴിച്ചില്ല. അപ്പോൾ പിന്നെ ഉള്ളിൽ കുറച്ച് ചെടിയും കൂടി ഉണ്ട്. അപ്പോൾ അതിനും കൂടെ നനയ്ക്കാം. ഇതിനെല്ലാ ദിവസവും നനയ്ക്കാറില്ല. 2 ദിവസമൊക്കെ കൂടുമ്പോഴേ നനയ്ക്കാറുള്ളൂ. അങ്ങനെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമുള്ള ചെടികളല്ലല്ലോ ഇതൊന്നും. കുറച്ച് മതിയായിരിക്കും. ഞാൻ പറഞ്ഞ സ്പ്രേ ബോട്ടിൽ ഒരെണ്ണം നല്ലത് നോക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതെന്തായാലും മേടിക്കണം. കാരണം ഇലകൾക്കും കൂടെ അതിൻ്റെ ഒരു വാട്ടർ ഇത് എത്തുമ്പോഴല്ലേ നല്ലത്. അതൊരു ഫ്രഷ് ആയിട്ട് നിൽക്കുമല്ലോ എന്ന് കരുതിയിട്ട് അത് മേടിക്കണം എന്തായാലും. ഈ സംഭവം മാക്രിമ കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാട്ടോ. ഈ ഹാങ് ചെയ്തത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഒരെണ്ണം ചെയ്യാമേ. എനിക്ക് ഒരെണ്ണം കൂടി ഡൈനിങ്ങിലേക്ക് ഇടാനായിട്ട് ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ മാക്രിമി ത്രെഡ് മേടിച്ചിട്ട് ഉണ്ടാക്കാട്ടോ ഒരെണ്ണം നമുക്ക്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കായിരുന്നു. കാലത്ത് ചോറ് തന്നെ. വർക്കിംഗ് ഡേയ്സിൽ ഇവിടെ ചോറ് തന്നെയാട്ടോ. ഞാൻ വേറെ ബ്രേക്ക്ഫാസ്റ്റുകൾ ഉണ്ടാക്കൽ കുറവാണ്.
അപ്പം ഞാൻ വേഗം ഇത്തിരി ചോറ് എടുക്കുള്ളൂ, പക്ഷേ ഞാൻ ചോറ് കഴിക്കും. ചിലർ ചോദിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ചോറ് കഴിക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ ഞാൻ ചോറ് കഴിക്കും അന്തസ്സായിട്ട്. പിന്നെ ഇന്നലെ ഞാൻ അടിച്ച് വാരിയിട്ട് സാധാരണ നൈറ്റ് അടിച്ച് വാരി തുടച്ചിട്ട് വീട് വൃത്തിയിലാക്കിയിട്ടൊക്കെ എടുക്കാറ്. പക്ഷേ ഇന്നലെ കറങ്ങാനൊക്കെ പോയിട്ട് ലേറ്റായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ആമീനെ കൊണ്ട് അടിച്ച് വാരിക്കുക. ഒരാൾ വെളിച്ചെണ്ണ തേച്ചിട്ട് ഇരിക്കുക, തലയിൽ പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെറുതെ ഫോൺ നോക്കിയിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ആമി അടിച്ച് വാരിക്കോ, വെറുതെ ഇരിക്കല്ലേ ആമി എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്യാൻ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ആൾക്ക്. അപ്പോൾ ആൾ ഇറയം അടിച്ച് വാരി സ്കിപ്പ് ചെയ്തിട്ടാണ് ഇവിടെ അടിച്ച്. ആമിക്കൊരു ജോലി ഒരു 3 ദിവസം ചെയ്യാൻ ഇഷ്ടമുള്ളൂ കേട്ടോ. അതിന് മുകളിലേക്കാ ചെയ്ത ആ പണി അവൾക്ക് പിന്നെ ബോറായി. ആദ്യം അടിച്ചു വരാൻ ഇഷ്ടമായിരുന്നു, അമ്മ ഞാൻ അടിച്ചു വരട്ടെ എന്ന് പറഞ്ഞ് പിന്നാലെ വരുമായിരുന്നു. 3 ദിവസം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനോട് ഇഷ്ടം പോയി. പിന്നെ തുടക്കട്ടെ എന്നായിരുന്നു, മൂപ്പൊക്കെ വെച്ച് തുടക്കി. ഇപ്പം അത് ഇഷ്ടമില്ല. ഇപ്പം എല്ലാം പറയണം. ചോറ് വരെ ഇട്ട് തരുമെന്നാണ് പറയണേ, പ്ലേറ്റ് എടുക്കണ്ടേ, ചോറ് അതിലേക്ക് ഇടണ്ടേ എന്നൊക്കെയാണ് ആൾ ചോദിക്കുന്നത്. മടിയത്തിയായിട്ട് വരാം. ഇതിനേക്കാളും ഭേദം ആദ്യമായിട്ടോ ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തരാൻ. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയി കറികളൊക്കെ പാത്രത്തിലോട്ടാക്കി, അല്ലാതെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വെക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് സെറ്റായി സമാധാനത്തിൽ പോയി ഇരിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരാൾ അടിച്ചു വാരി അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഇള ചവിട്ടി ഒന്നും എടുത്ത് കുടഞ്ഞടിക്കില്ല. ഇവളാ എളുപ്പപ്പണിയുടെ ആശാത്തിയാണ്. ആ സംഭവം അവിടെ കിടന്നാലും കുഴപ്പമില്ലല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ ഉള്ള അടിച്ചു വരും. അങ്ങനെയാണ് അത്. ഇപ്പോൾ നമ്മളിപ്പോൾ പില്ലോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ ഒന്ന് കയറ്റി വയ്ക്കുക ചെയ്യില്ല, അതൊന്നും ചെയ്യില്ല. എന്നാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യിക്കൂട്ടോ. ചെയ്യിക്കാതിരുന്ന ഉള്ള മടി കൂടല്ലോ ഉള്ളൂ. പിന്നെ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്നത്, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ തുണിയോൾ കഴുകാനും തുടയ്ക്കാനും എല്ലാം ഉണ്ട് കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ അവിടെ എടുക്കുക. സത്യം പറഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് ഇതൊക്കെ ചെയ്യുമ്പോൾ ആകെ മുഷിഞ്ഞൊരു ഫീലാണ് തോന്നുക. വീണ്ടും ടയേർഡ് ആവല്ലേ. മറ്റേത് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ വീണ്ടും ഒരു ഫ്രഷായ ഒരു ഇത് വന്നിട്ട് നേരെ ഓഫീസിൽ പോവാറ്. ഇന്ന് വീഡിയോ എടുക്കുമ്പോഴും ഞാൻ പോകണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തതല്ലാതും. പക്ഷേ ഓഫീസിൽ പോലും നടന്നില്ല, അത് വേറെ കഥ. പിന്നെ ഞാനൊരു കുപ്പി വെള്ളം നിറച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാലും അത് മെയിനായിട്ട് ഇവിടെ തണുത്ത വെള്ളം കുടിക്കാൻ സമ്മതിക്കാറില്ല. ആമി പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് അവളുടെ സൗണ്ട് അടയും പിന്നെ അത്. പക്ഷേ ഇപ്പോൾ തണുത്ത വെള്ളം നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വരുമ്പോൾ തണുത്ത വെള്ളം ഒന്നും കുടിക്കാൻ തോന്നും. അപ്പം എനിക്കറിയാം ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നും. അപ്പം ഞാനൊരു കുപ്പി വെള്ളം ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. പിന്നെ കിച്ചൺ ഒരുവിധം പണികളൊക്കെ തീർന്നു. പിന്നെ ഞാൻ ചോറൊക്കെ ഊറ്റാൻ വെച്ചത് അവിടെയാണല്ലോ. അപ്പോൾ ആ സൈഡിലൊരു വഴുവഴുപ്പ് പോലെ ഉണ്ടാവും കേട്ടോ. അപ്പം ഞാനതപ്പം തന്നെ വൃത്തിയാക്കിയിടും. ആദ്യം ഞാൻ മറ്റേ നല്ലോണം ഉരച്ചൊക്കെ വൃത്തിയാക്കാറുണ്ട്. പിന്നീട് എനിക്ക് മനസ്സിലായി അങ്ങനെ ഉരച്ച് വൃത്തിയാക്കുമ്പോൾ അവിടെ നല്ലോണം സ്ക്രാച്ച് വരാമെന്ന്. അപ്പം ഞാൻ പതുക്കെ ചെയ്യാറുള്ളൂ ഇപ്പോൾ. പിന്നെ ഞങ്ങളുടെ ടൈലുണ്ടല്ലോ, വോൾ ടൈല് വൈറ്റാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാനത് ഇടയ്ക്ക് സോഡാപ്പൊടിയും വിനീഗർ ഒഴിച്ചിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയിട്ട് ഞാൻ ചെറുനാരങ്ങ കൊണ്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ പണികൾ കഴിയുമ്പോൾ അതോടുകൂടെ തന്നെ നമ്മുടെ ക്ലോത്ത് നന്നായി പിഴിഞ്ഞ് അവിടെ തുടച്ചെടുക്കും. അതുകൊണ്ട് തന്നെ അത്രയും 7 വർഷമായിട്ടും ഇതിപ്പോൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. വലിയ സീനില്ല. പക്ഷെ മറ്റുള്ള ഭാഗം വീടിൻ്റെ പല സൈഡും സ്വിച്ച് ബോർഡിൻ്റെ താഴെയൊന്നും എനിക്ക് പറ്റുന്നില്ല. ഞാൻ പിള്ളേരായാലും കൈയൊക്കെ നനഞ്ഞിട്ട് തൊടുമ്പോൾ ഒക്കെ അവിടെയൊക്കെ എങ്ങനെയായാലും മുഷി കേട്ടോ. നമ്മുടെ കൺട്രോളിലല്ലോ എല്ലാ കാര്യങ്ങളും. എനിക്കും ക്ലോക്കിൻ്റെ സമയം ലാഗായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി മാറ്റും. ഒരേ സമയം 2 ക്ലോക്കിൻ്റെയും ടൈം പോയി. നമ്മുടെ സമയം ശരിയല്ലെങ്കിലാണോ ഇതൊക്കെ സംഭവിക്കുക, അറിഞ്ഞൂടെ. ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട് എവിടേക്കോ. അപ്പോൾ ഈ ക്ലോക്ക് ചേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോൾ മേടിച്ചോണം എന്നുള്ളതായിട്ട് ഒരിക്കൽ. പക്ഷെ നല്ല വലിപ്പം, നമുക്ക് എവിടെ നിന്നാലും ഇത് കാണാം. പക്ഷെ ഇതിൻ്റെ എപ്പോഴും കംപ്ലൈൻ്റ് ആവുന്നേ ഇത് എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം എനിക്കിത് ഇടാൻ വലിയ പരിചയമില്ല. അത് കാണുന്നില്ല. ഞാൻ എങ്ങനെയൊക്കെയോ ഞാൻ ബുദ്ധിമുട്ടി അത് ഇട്ടു. കാരണം അഭിചേട്ടൻ വന്നാൽ അത് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിലൊന്നും ഇത് നടക്കില്ല. ആൾ ഭയങ്കര ബിസിയല്ലേ. അപ്പം ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഞാൻ തന്നെ ചെയ്യും. ലീവിങ്ങിലാണെന്നുണ്ടെങ്കിൽ അഭിച്ചേട്ടൻ്റെ കാറിൻ്റെ ഉള്ളിലത്തെ പില്ലോയും അതും ഇതൊക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരു സൈഡിൽ നിന്ന് തന്നെ വൃത്തിയാക്കി തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ലീവിങ്ങിൽ ആ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് അടുക്കി പെറുക്കി വെച്ചു. ആമി അടിച്ചു വാരി പോയത് അതൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. അവർക്ക് അങ്ങനത്തെ ചെയ്ത് ശീലമാവുന്നല്ലേ ഉള്ളൂ. നമ്മുടെ ഒരു തൃപ്തി കുറവ് വരുന്നതാണ്, അവർ ചെയ്യാതെ ഒന്നല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അവിടുത്തെ എല്ലാ കച്ചറകളൊക്കെ പറക്കി സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചു കേട്ടോ. സർവീസ് ഇന്നലെ കഴിഞ്ഞതാണ്. പക്ഷേ സാധനങ്ങളൊന്നും തിരിച്ചെടുത്ത് വെച്ചിട്ടില്ല. അവിടെ മുറ്റത്ത് ഇരിക്കുന്നുണ്ട് ഓരോ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ. അച്ഛൻ്റെ ഡോറിൻ്റെ ഫിറ്റിങ്ങിന് പല കാര്യങ്ങൾക്ക് പോകേണ്ടി വരുന്നതുകൊണ്ട് എല്ലാ ഐറ്റംസും കാറിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കും. അതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അത് ഇനി വന്നിട്ട് വേണമെങ്കിൽ അത് എടുത്ത് വെക്കാൻ പറയാനായിട്ട്. അപ്പോൾ ഞാൻ പിള്ളേരെ റൂമിൽ കയറിയപ്പോൾ ഇതിപ്പോൾ ഞങ്ങളുടെ റൂമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. AC ഒറ്റ റൂമിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂമിൽ ഞാൻ തുണിയോട് കൊണ്ടുവന്നിട്ടാലും ഒരാൾ മടക്കില്ല. എൻ്റെ കൈ തന്നെ എത്തണം. അല്ലെങ്കിൽ ഞാൻ പറയണം ആമി ആദ്യം മടക്കി വെക്കാൻ പറഞ്ഞാൽ
അല്ലാതെ അവർ കണ്ടറിഞ്ഞത് ചെയ്യണ പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ മടക്കി വെച്ചു കേട്ടോ. കാരണം കുറേ ദിവസത്തെ തുണികളാകുമ്പോൾ എല്ലാം കൂടെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതാത് സ്ഥലത്ത് എന്നുവെച്ചാൽ ഓരോരുത്തരുടെ സെക്ഷൻ ആക്കിയിട്ട് മടക്കി വെക്കും. അബ്ജൻ്റെ ഡ്രസ്സൊക്കെ മുകളിലാണ്. അപ്പോൾ പിന്നെ അബ്ജൻ്റെ ഡ്രസ്സൊക്കെ മുകളിൽ വെച്ചിട്ടേ ഞാൻ ബാക്കിയുള്ള ഡ്രസ്സ് ഇങ്ങോട്ട് കൊണ്ടുവരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ സെപ്പറേറ്റ് ആക്കി മടക്കി വെച്ച തുണി കബേർഡിൽ വെക്കാനും പറയണം. എൻ്റെ പൊന്നോ, എളുപ്പമല്ലേ ഇവരെ ഹാൻഡിൽ ചെയ്യാൻ. നമ്മുടെ വായിലത്തെ വെള്ളം പറ്റുമെന്ന് പറയില്ലേ അമ്മമാർ, ആ സെയിം അവസ്ഥയാണ് കേട്ടോ എൻ്റെ. അപ്പം ഞാൻ ഈ ബെഡൊക്കെ ഒന്ന് ഒതുക്കി അടുക്കി പറക്കി വെച്ചു. അപ്പോൾ ഓരോ സൈഡ് വൃത്തിയാക്കി തുടങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് മോശമായെന്ന് തോന്നും. അപ്പോൾ വീട്ടിൽ നിന്ന് അന്നൊരു ദിവസം നിൽക്കാൻ പോയില്ല. അപ്പോൾ അമ്മ ഡ്രസ്സ് അവിടെ ഉള്ളതൊക്കെ അമ്മ കഴുകിയിട്ട് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആമിയുടെയിൽ കൊടുത്തു വിട്ടത് അത് അവൾ അവിടെ സേഫായിട്ട് കവറിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് അതാത് സ്ഥലത്ത് എടുത്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ മടക്കിയത് ഞാൻ നേരെ ഞങ്ങളുടെ റൂമിലത്തെ കബേർഡിൽ കൊണ്ടുവച്ചു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ തുണി മടക്കിലൊന്നും വല്ലാണ്ട് എഫേർട്ടുള്ള പണിയൊന്നുമല്ല, പക്ഷെ ഒരുപാട് സമയം പോകുന്നത് ഇതാട്ടോ. ഇതിപ്പോൾ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവർ ഒതുക്കി വെച്ചുള്ള പ്രശ്നം എന്നിട്ടെന്നറിയോ, പലരുടെയും ഡ്രസ്സ് പല കബേർഡിൻ്റെ ഉള്ളിൽ പോകും. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ അയ്യോ എൻ്റെ അത് കാണാനില്ലേ, എൻ്റെ ഇത് കാണാനില്ലേ അത് പറഞ്ഞിട്ട് തപ്പല. ആമിയുടെ ഡ്രസ്സിൻ്റെ കബേർഡ് തപ്പിയാണ്ടല്ലോ നമ്മുടെ പല ഡ്രസ്സുകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും. എന്തെങ്കിലും ഒരു സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ പോണത് അവളുടെ ഡ്രസ്സിൻ്റെ ഇടയിൽ പോയി തപ്പാനാ, അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് കിട്ടിയിരിക്കും. ആ ബെഡൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചു കേട്ടോ. തലോണയൊക്കെ കറക്റ്റാക്കി വെച്ച് ഒതുക്കി ഞാൻ പിന്നെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് പോയി. ഞാൻ പറഞ്ഞില്ലേ, ഒരു സൈഡ് വൃത്തിയാക്കി നമുക്ക് അടുത്ത സൈഡ് വൃത്തിയാക്കാൻ തോന്നും, അത് സ്വാഭാവികമാണ്. അതെന്താ വെച്ചാൽ എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റണമായിരുന്നു. ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നതോട് കൂടെ തന്നെ ആ റൂം ക്ലീൻ ചെയ്യും. എന്തായാലും പൊടി ഉണ്ടാവും. അതിപ്പോൾ അടഞ്ഞു കിടക്കണ വീടാണെങ്കിൽ പോലും എവിടെന്നാ ഈ പൊടി കയറി വരുന്നതെന്ന് ഒരു എത്തും പിടിയും കിട്ടില്ല, അതിൻ്റെ ഉള്ളിൽ പൊടി ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചതിന് ശേഷം ബെഡ്ഷീറ്റ് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ബെഡിനോട് ചേർന്നിട്ടുള്ള ആ ഷെൽഫൊക്കെ വൃത്തിയാക്കി മിററൊക്കെ ഒന്ന് തുടച്ച് എല്ലാം നീറ്റാക്കി വെക്കും കേട്ടോ. ആ ദിവസമാണ് ഞാനത് ചെയ്യുക. അത് ഇന്നൊരു ദിവസമൊന്നുമില്ല, എല്ലാ സൺഡേസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല പണിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ദിവസം ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ കുറച്ച് സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ആ ദിവസം തന്നെ ഇത് ചെയ്യും. ഇത് നേരത്തെ കുളിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കുറച്ചൊരു സമയം കൂടുതൽ കിട്ടുമെന്ന് തോന്നി. കാരണം ചെടപെടേന്ന് നമ്മൾ പണികൾ കുറച്ച് ഫാസ്റ്റായിട്ട് തീർക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം ഇവിടെ കിട്ടും. അപ്പോൾ ഒരാൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവളുടെ വാഷ്റൂമിലത്തെ ഷാമ്പു കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഷാമ്പു എടുത്തിട്ടാട്ടോ കൊണ്ടുപോവുക. ഷാമ്പു, ഫേസ് വാഷ് എല്ലാതും ഇവിടെ നിന്ന് കൊണ്ടുപോയി. പിന്നെ എനിക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. ഇന്നിതിപ്പോൾ അത് അവിടെ കൊണ്ടയ്ക്കാൻ വന്നിട്ട് വരുന്ന വരവാട്ടോ. അപ്പോഴത്തേ കണ്ണട മുന്നിൽ നിന്നിട്ട് ഓരോന്ന് കാണിക്കുന്നുണ്ട്, കോപ്പറേറ്റീവ് കാണിച്ച് നിൽക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു സംസാര വിഷയം എന്നിട്ട് വെച്ചാൽ നാളെ എക്സാം ഉണ്ട്. ചിലപ്പോൾ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എക്സാം ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വണ്ടി പോവും. അപ്പോൾ ഞാൻ ബസ്സിൽ വന്നോട്ടെ എന്നൊക്കെയാണ് അതിൻ്റെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ. അപ്പോൾ എൻ്റെ മിററുമുണ്ടല്ലോ ഈ ബ്ലാക്ക് ഡോട്ടായിട്ടുള്ള സംഭവം സ്പ്രെഡായി വരുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വല്ലവർക്ക് അറിയോ? അപ്പം ചേട്ടൻ പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് അതിന് ചുറ്റും ഒരു ലൈറ്റ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഈ മിററുമ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പണിയാവുമെന്നാണ് ഇപ്പം ഞാൻ കരുതുന്നത്. അപ്പം നനഞ്ഞ തുണി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച ശേഷം നല്ല ടിഷ്യൂ വെച്ച് തുടച്ച് കഴിഞ്ഞാൽ മിറർ നല്ല വൃത്തിയായി തോന്നാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് മണ്ടത്തരാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. ടിഷ്യൂ നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ ഒരു പാട് വരുമല്ലോ. അപ്പോൾ ടിഷ്യൂ വെച്ച് തുടച്ച് നല്ല ക്ലിയർ ആയിട്ട് കിടക്കുവേ. അവൾ ഒരിക്കൽ അവളുടെ കാല് പൊട്ടിയിട്ട് അതിൻ്റെ ബാൻഡേഡും ഓയിൻമെൻറ്റും ഇവിടെ കൊണ്ടുവച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നിരിക്കുന്നത്. അപ്പോൾ ഞാനത് അവളുടെ കയ്യിൽ കൊണ്ടയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ അതവിടെ ബെഡും വെച്ചിട്ട് പോയേക്കാം. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് അതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത് കൊണ്ടയ്ക്കടി എന്ന് പറഞ്ഞിട്ട് വിടാം. അപ്പോൾ അവിടുത്തെ എന്തോ തെർമോക്കോളിൻ്റെ പീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുതൽ. അപ്പോൾ അത് തലയിൽ വെച്ച് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ബെഡ്ഷീറ്റ് മാറ്റാൻ പോകും. അപ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാൻ എല്ലാം കൂടെ ഒരുമിച്ച് വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബ്ലാങ്കറ്റ് കുറച്ച് കട്ടിയുള്ളതാണ്. അപ്പോൾ അത് ഇടില്ല അതിൻ്റെ കൂടെ, അത് വേറെ ഇടുള്ളൂ. അപ്പൊ ഇനി അഥവാ കരണ്ടങ്ങാനും പോയി ഇനി എക്സാം ഇങ്ങനെ നീണ്ടു പോയാ മീൻസ് 2 മണിക്കൂറൊക്കെ അങ്ങനെ മാറിപ്പോയാൽ ഫുഡ് കഴിക്കാൻ വേണം. അപ്പൊ കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ നാളെ 1 മണിക്കെല്ലാം കഴിയും. കാരണം ഞങ്ങൾ എല്ലാം 1 മണിക്ക് കഴിഞ്ഞ് 1 മണിക്ക് വിടും. എങ്ങനെയാ ദൂരം? പാറമേക്കാവിൻ്റെ അവിടെ നിന്ന് കയറാ, പാറമേക്കാവിൻ്റെ ഇടയ്ക്ക്. എന്നിട്ട് നമ്മള് അല്ലേ നമ്മൾ ആറുമാറിനൊക്കെ കടന്നില്ലേ? അല്ല ആറുമാറിന്റെ ലെഫ്റ്റിൽ പോയി പാറമേക്കാവ് എത്തില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇവിടെ സ്കൂള് 10 വഴിയുണ്ട്. അവിടെ ആറന്മാറിന്റെ അവിടെ പോകുമ്പോ ഇവിടെ പാറമേക്കാവിന്റെ അവിടുന്ന് റൗണ്ടിലേക്ക് അവിടെ വരാനുള്ള ഒരു വഴി നിന്നിട്ട് GM ഹോസ്പിറ്റലില്ലേ, അതിന്റെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ഒരു ലെഫ്റ്റ് അങ്ങോട്ട് പോകേണ്ടതിന്റെ പാട്ട് ക്ലാസ്സിലേക്ക് പോണ ഒരു വഴിയുണ്ട്. എനിക്കറിയാം. അങ്ങനെ ആറ്റത്തേക്ക് നടന്നു കഴിഞ്ഞാൽ വടക്കേ സ്റ്റാൻഡ്. എനിക്കറിയാം. എനിക്കറിയില്ല.
എനിക്ക് എനിക്കറിയാം സ്കൂളിൽ ടൗൺ ഹാളിലേക്ക് പോണത് ആ വഴിക്കുക അല്ലേ? ടൗൺ ഹാളിന്റെ ഫ്രണ്ടിലുള്ള വഴി. അങ്ങനെ കുറച്ച് നേരം ആ വർത്താനം അവിടെ നീണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ തുണികൾ ഇടാൻ പറയാ, വർത്താനം സ്റ്റോപ്പ് ആവാൻ വേണ്ടിയിട്ട് തുണികൾ കൊണ്ടുവന്നിട്ട് അപ്പോൾ ഞാൻ ചോറിനിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോറിനാൻ പോയി. ഞാൻ എൻ്റെ ഇടയിൽ അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ മുകളിൽ കഴുകാൻ കൊണ്ടുവന്നിട്ടു. പിന്നെ മറ്റുള്ള ഡ്രസ്സുകൾ വേറെ ഇവിടെ കഴുകാനുണ്ടോ. പിന്നെ ബാക്കിൽ 1-2 മിളക് തൈകൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനൊക്കെ ഞാൻ വെള്ളം നനച്ചു. പിന്നെ അപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾ അപ്പുറത്തെ പറമ്പിൽ നട്ടിട്ടുള്ള കക്കിണ വേപ്പിൻ്റെ ഇലയുണ്ട്, നോർമൽ കറിവേപ്പിൻ്റെ ഇലയുണ്ട്. അപ്പം ഞാൻ രണ്ടതിനും ഇവിടെ നിന്ന് മതിലുമെന്ന് എത്തിച്ച് വെള്ളം ഒഴിക്കും കേട്ടോ. അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ അവർ ഡ്രസ്സുകൾ കഴുകി. അതിൽ കൊണ്ട് എനിക്ക് പറഞ്ഞില്ലെങ്കിൽ തുടയ്ക്കാനുണ്ടായിരുന്നു. മുകളിൽ തുണികൾ കുറേ തുണികളുണ്ടായിരുന്നു കൊണ്ടുവന്നിടാൻ. അപ്പോൾ പിന്നെ അതിനൊക്കെ നിന്നോട്ടോ. അവിടെ ഒരു സ്ഥലത്ത് ഇരുന്നാൽ പിന്നെ ഇരിക്കാനേ തോന്നുള്ളൂ. അതാ ഞാൻ എഡിറ്റിങ്ങിന് മുന്നേ ഇതൊക്കെ ചെയ്ത് തീർത്തിട്ട് അതിലിരിക്കാമെന്ന് കരുതിയത്. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് റൂമുകളും എല്ലാം തുടച്ചു. എന്തായാലും ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ, ഇന്ന് വൃത്തിയാക്കിയതല്ല. പിന്നെ ഇന്ന് ഇതോട് കൂടെ തുടച്ചിടാന്ന് വെച്ചാൽ നോർമൽ ദിവസങ്ങളിൽ വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ തന്നെ അബ്ചേട്ട അടിച്ച് വരുത്തരും, ഞാൻ തുടയ്ക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്തിടാറ്. അപ്പം ഇനി ഈ പണികൾ ഞാൻ കാലത്ത് ചെയ്യൽ കുറവാണ്. സൺഡേസിൽ മാത്രമേ ഈ സമയത്ത് ചെയ്യുള്ളൂ. അപ്പം പിന്നെ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു ഇന്ന്. അപ്പോൾ പിന്നെ മറ്റുള്ള പണികളൊക്കെ തീർത്തു, കിച്ചണൊക്കെ ക്ലീൻ ചെയ്തു. ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കുടിക്കേണ്ട അവസ്ഥയിലേക്കായി. ഞാൻ വിയർത്തു കേട്ടോ ശരിക്കും. പിന്നെ കിച്ചണിലുള്ള കുറച്ച് ചെടികളും കൂടെ നനയ്ക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ നനച്ചത് കിച്ചൺ ഞാൻ നീറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ കാണണം കിച്ചൺ. മറ്റേത് എനിക്ക് ആകെ കച്ചറായിട്ട് കിടക്കുന്ന ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. പിന്നെ എനിക്കത് വൃത്തിയാക്കാതെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതിങ്ങനെ വൃത്തിയായിട്ടിരിക്കണം, അതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഡിറ്റിങ്ങിന് കയറിയിട്ടാണ്. പിന്നെ ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ലേ, എഡിറ്റിങ്ങിന് കയറി. പിന്നെ അതെന്താ എനിക്ക് ലാപ്ടോപ്പിൽ ചെയ്ത് ശരിയായിട്ടില്ല, അതെന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്കത് കംപ്ലീറ്റ് ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്യാടുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ലാപ്ടോപ്പിലാകുമ്പോൾ അത് അവിടെ ഒരു സൈഡിൽ നിന്ന് ആയിക്കോളുമല്ലോ. അങ്ങനെ ഞാൻ മുകളിൽ കയറി. ഇതേ കണ്ടോ ആബിച്ചേട്ടനും മാമിയും നിൽക്കുന്ന കേൾക്കണ്ട അവർ എഡിറ്റ് ചെയ്യാനിരുന്നിട്ട്. പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. ഉച്ചയ്ക്ക് കടയിൽ പോകണമെന്ന് വിചാരിച്ചാൽ അതൊന്നും നടന്നില്ല. അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ടുള്ളൂ. എന്താ പറയുക, എനിക്ക് ടൈം തികയില്ല ഇപ്പോൾ ഒന്നിനും. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഞാനൊരു വീഡിയോ വൈകുന്നേരത്തേക്കുള്ളത് അപ്ലോഡ് ചെയ്തിട്ട് നോക്കട്ടെ. എന്നിട്ട് ചിലപ്പോൾ ഞാൻ പോകും ഓഫീസിലേക്ക്. എനിക്ക് കുറച്ച് പണികളുണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇതൊരു നോർമൽ വർക്കിംഗ് ഡേ കാലത്തുള്ള റുട്ടീനാണ്. സാധാരണ ദിവസങ്ങളിൽ ഞാനും ഓഫീസിൽ പോകുമ്പോൾ ഇതിനേക്കാൾ ഹർബറായിട്ട് ചെയ്യാറുണ്ട്, പക്ഷേ സമാധാനത്തിലാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെന്താ പറയുക, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതെ. അപ്പോൾ ഓക്കെ, ബൈ.